മാറ്റപ്പെട്ട ഉത്തരേന്ത്യൻ ജനതക്ക് പ്രതീക്ഷയുടെ പുലരിയായി മാറുന്ന വിഷൻ 2026 നവസാരഥിയും ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ഉപാധ്യക്ഷനുമായ ജനാബ് ടി ആരിഫ് അലി സാഹിബിനെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وفالق الحب والنوى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത് ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, വേദിയിലിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, പ്രപഞ്ച സ്രഷ്ടാവായ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിറഞ്ഞ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാർ മാസങ്ങളായി ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനമെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും അവർ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് ഇന്നുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമല്ല, ആ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ആരോപണങ്ങൾ ഉണ്ടാവുവാൻ കാരണമായിട്ടുള്ള പ്രവണതകളെ കണ്ടെത്താനും അതിനെ നിശിതമായി വിമർശിക്കാനും യുവാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇസ്ലാം സന്തുലിതമാണ് എന്ന വളരെ കൃത്യമായ ക്ലാരിറ്റിയുള്ള ആശയം സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ മുഖ്യ ബിന്ദുവായി തിരഞ്ഞെടുത്തതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ആ ആശയത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ യൂസുഫ് ഉമരി സാഹിബ് ആ പ്രമേയം തന്നെ വിശദീകരിക്കുന്നതിന് ഈ വേദിയിൽ സന്നിഹിതരായി കാത്തിരിപ്പുണ്ട്. ഞാൻ പറയുന്നത് ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാസങ്ങളോളം ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച പ്രവർത്തകരുടെ ആഹ്ലാദത്തിൻ്റെ സന്ദർഭമാണിത്. അവരുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആപാലവൃദ്ധം ജനം ഇവിടെ ഒരുമിച്ചു ചേർന്നിട്ടുള്ളത്. ഞാൻ പ്രവർത്തകരെയും
അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയുമാണ്. മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഈ സദസ്സിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളെ സാക്ഷി നിർത്തി അതിരറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ്. കണ്ണൂർ ജില്ലയിൽ ജനിച്ച് മുസ്ലിം സമൂഹത്തിൽ ജനിച്ച് വളർന്ന് ഉയർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ എത്തിപ്പെടുകയും ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതോടൊപ്പം ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദമായി തീരുകയും ചെയ്ത ഈ അഹമ്മദ് സാഹിബ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ദുഃഖകരമായ ഒരു കാര്യമാണത്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, അവരുടെ പാർട്ടിയുടെ ദുഃഖത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ഇന്ത്യൻ ജനതയുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അദ്ദേഹം ചെയ്ത എല്ലാ സാലിഹായ അമലുകളും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ എന്നും പരലോക ജീവിതം സുഖകരമാക്കി തീരക്കട്ടെ എന്നും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അഹമ്മദ് സാഹിബിൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ നമുക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ ക്രൂരമായാണ് ബഹുമാന്യനായ അഹമ്മദ് സാഹിബിൻ്റെ അന്ത്യനിമിഷങ്ങളോടും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തോടും നമ്മുടെ സർക്കാർ പെരുമാറിയത്. അരനൂറ്റാണ്ടിലധികം കാലം ജനപ്രതിനിധിയായി ജീവിച്ച, നിയമസഭയിലും ലോകസഭയിലും മികച്ച പാർലമെന്റേറിയനായി നിലകൊണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ ശബ്ദമായി ലോകവേദികളിൽ പ്രത്യക്ഷപ്പെട്ട അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരു മനുഷ്യൻ്റെ അന്ത്യ നിമിഷങ്ങളോടും ഭൗതിക ശരീരത്തോടും ഇത്ര ക്രൂരമായി പെരുമാറാൻ ഒരു സർക്കാരിനാവുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് നിങ്ങൾ പറയണം, അങ്ങനെ പെരുമാറാനാവും. ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്, ആ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾക്ക് ഒരു മൃതശരീരത്തോടു പോലും ഇങ്ങനെ പെരുമാറാനാകും എന്ന് നമ്മൾ അവരോട് പറയണം. കാരണം ഫാസിസം എപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നേരത്തെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിച്ച ഡിമോണിറ്റൈസേഷൻ തന്നെയാണ്. എന്തിനായിരുന്നു ഡിമോണിറ്റൈസേഷൻ? നോട്ട് നിരോധനം.
കള്ളപ്പണം കണ്ടെത്താനായിരുന്നു, കള്ളനോട്ട് കണ്ടെത്താനായിരുന്നു. പക്ഷേ ഒരു കള്ളപ്പണവും കണ്ടെത്തിയതായി വിവരമില്ല, ഒരു കള്ളനോട്ടും കണ്ടെത്തിയതായി വിവരമില്ല. ഇപ്പോൾ കിട്ടുന്ന പുറം വിവരങ്ങൾ അനുസരിച്ച് എത്ര നോട്ടാണോ നിരോധിക്കപ്പെട്ടത് അതിനേക്കാൾ നോട്ട് ബാങ്കുകളിൽ തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. കള്ളപ്പണം മാത്രമല്ല, കള്ളനോട്ടുകൾ പോലും വെളുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെയൊക്കെ വീടുകളിൽ 1000-ന്റെ നോട്ടും 500-ന്റെ നോട്ടും ഉണ്ടാകും. ഇന്ത്യയിൽ ശരാശരി ഒരാളുടെ കയ്യിൽ 1000-ന്റെ നോട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 1.25 ലക്ഷം കോടി രൂപയുടെ നോട്ട് നമ്മുടെയൊക്കെ പെട്ടികളിൽ വെറുതെ കിടക്കുന്നുണ്ട് എന്നാണ്. 1.25 ലക്ഷം കോടി രൂപയുടെ നോട്ട് ആളുകളുടെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണമാണെന്നിരിക്കെ 100% നോട്ട് ബാങ്കുകളിലൂടെ വെളുത്തിറങ്ങിപ്പോയി, ചായം തേച്ചിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കള്ളനോട്ടിനെ സ്പർശിക്കാനോ കള്ളപ്പണത്തെ സ്പർശിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. എന്താണ് നോട്ട് നിരോധത്തിലൂടെ ഉണ്ടായത്? 2 മാസത്തോളം ആളുകളെ ക്യൂവിൽ നിർത്തി, പൊരി വെയിലത്ത് നിർത്തി, തണുപ്പത്ത് നിർത്തി, രാവിൽ നിർത്തി, പകലിൽ നിർത്തി. 100ഓളം ആളുകൾ മരിക്കേണ്ടി വന്നു. സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിച്ചു. എത്ര കാർഷിക വിഭവങ്ങളാണ് കൃഷിഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടത്? എത്ര വ്യാവസായികോൽപ്പന്നങ്ങളാണ് വിൽക്കാൻ കഴിയാതെ കെട്ടിപ്പൂട്ടി വെക്കപ്പെട്ടത്? എത്ര തൊഴിൽശാലകൾക്കാണ് താഴിടപ്പെട്ടത്? എത്ര ബംഗാളികളും ആസാമികളും ഒറീസക്കാരുമാണ് കേരളത്തിൽ നിന്ന് അവരവരുടെ മുഴുപ്പട്ടിണികളിലേക്കും അരപ്പട്ടിണികളിലേക്കും വണ്ടി കയറിയത്? തിരിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയെ എങ്ങനെയാണത് പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ നോട്ട് നിരോധത്തിലൂടെ നമ്മുടെ ഭരണകൂടം ഒരു വലിയ സന്ദേശം നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ സന്ദേശം ലോകത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിശേഷിച്ചും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 130 കോടി മനുഷ്യരുടെ വയറ്റത്തടിക്കുന്ന, ക്യൂ നിൽക്കുമ്പോൾ അവരുടെ ക്യൂവിൽ അവരുടെ മുതുകത്തടിക്കുന്ന തീരുമാനമെടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പോലും ആ തീരുമാനത്തിനെതിരെ ഈ രാജ്യത്ത് നിന്ന് ഒരു ശബ്ദം ഉയരുകയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക, ഭരണം മാറിയിരിക്കുന്നു, ഭരണം ഫാഷിസത്തിൻ്റെതാണ് എന്നുള്ള സന്ദേശമാണ് നോട്ട് നിരോധത്തിലൂടെ ജനതയ്ക്ക് നൽകുവാൻ ഉദ്ദേശിച്ചത്. വളരെ കൃത്യമായി ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇത് ഫാസിസത്തിൻ്റെ രീതിയാണ്. ഫാസിസം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് മുഴുവൻ പൗരന്മാരെയുമാണ്. മുഴുവൻ പൗരന്മാരെയും ലക്ഷ്യം വെക്കുന്ന ഫാസിസം, പക്ഷേ ആ പൗരന്മാരെ തന്നെ കൂടെ കൂട്ടുന്നതിന്, തങ്ങൾ ഏതൊരു പൗരന്മാർക്കെതിരെയാണോ നിലകൊള്ളുന്നത് ആ പൗരന്മാരെ പോലും കൂടെ കൂട്ടുന്നതിന് ഒരു ലക്ഷ്യ സമൂഹത്തെയും ലക്ഷ്യ സമുദായത്തെയും അവർ കണ്ടെത്തും.
ചിലപ്പോൾ അത് ദൂതരായിരിക്കും, ചിലപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകളായിരിക്കും. ഇപ്പോൾ ലോകത്തുടനീളം ഫാസിസ്റ്റുകളുടെ ലക്ഷ്യ സമൂഹം എന്ന് പറയുന്നത്, ടാർഗറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം നാടാകെ പ്രചരിപ്പിച്ചുകൊണ്ട്, ഭയപ്പെടുത്താവുന്ന ഘടകങ്ങളെ പ്രമോട്ട് ചെയ്തുകൊണ്ട്, ആ ഘടകങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുപക്ഷത്തേക്ക് മുഴുവൻ ജനസഞ്ചയത്തെയും മാറ്റി നിർത്തുകയും എന്നിട്ട് ആ ജനസഞ്ചയത്തെ മുഴുവൻ അടിമകളാക്കി വെക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഇന്ന് ലോകത്ത് എല്ലാ ഫാസിസ്റ്റുകളും അവലംബിച്ചു വരുന്നത്. ഇന്ത്യയിൽ നോട്ട് നിരോധത്തോടുകൂടി വെളിപ്പെട്ടിട്ടുള്ള വിവരവും അതുതന്നെയാണ്. മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ മനോഹരമായ വാക്കുകളിൽ നോട്ട് നിരോധനത്തിന്റെ, ഡിമോണിറ്റൈസേഷന്റെ തിന്മകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഉടനെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇതിനെതിരെ സംസാരിക്കുന്നവർ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നന്നായി അറിവുള്ള ധാരാളക്കണക്കിന് ആളുകൾ, അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ ആളുകളുടെ മുഴുവൻ പേരെടുത്തു പറഞ്ഞും അല്ലാതെയും നമ്മുടെ സർക്കാർ പറഞ്ഞു അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ്, കള്ളപ്പണക്കാർക്ക് വേണ്ടിയാണ്. ജനവും അത് തന്നെ വിശ്വസിച്ചു. ബാങ്കിൽ പണമുണ്ടായിരിക്കെ ആ പണം പിൻവലിക്കാൻ മാർഗമില്ലാതെ, പണം കൈമാറ്റം ചെയ്യാൻ മാർഗമില്ലാതെ, വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങാൻ പോലും കഴിവില്ലാതെ കുട്ടികൾ വാവിട്ട് കരയുമ്പോഴും താൻ വയറ് മുറുക്കി പിടിച്ചുകൊണ്ട് വിചാരിക്കുന്നത് കള്ളപ്പണക്കാർ ഒരു പാഠം പഠിക്കട്ടെ, മുസ്ലിങ്ങളുടെ കയ്യിൽ ധാരാളം കള്ളപ്പണമുണ്ട്, അവരൊരു പാഠം പഠിക്കട്ടെ, പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കട്ടെ എന്നാണ്. ആരാണിവിടെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിലെ അവസാനത്തെ പൗരനും പാഠം പഠിക്കുകയാണ്. പക്ഷേ രാജ്യത്തിലെ അവസാനത്തെ പൗരനും യഥാർത്ഥത്തിൽ പഠിക്കേണ്ട പാഠം പഠിക്കാതെ അവൻ തെറ്റായ ഒരു പാഠം പഠിക്കുന്നു, പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കട്ടെ എന്ന പാഠം പഠിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഫാസിസത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഇതേ രീതി തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഭരണാധികാരിയും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് ഇന്ന് പത്രങ്ങളിൽ ഏറ്റവും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ, ലോകത്ത് നിന്നുള്ള ഒരാളും ഇങ്ങോട്ട് കുടിയേറാൻ പാടില്ല, പ്രത്യേകിച്ച് 8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ വഴിക്കേ വന്നു പോകരുത്, അവർക്ക് പൂർണ്ണമായ നിരോധനം. 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ നാട്ടിലേക്ക് വരാൻ അവകാശമില്ല, അവർക്ക് നിരോധനം. പക്ഷേ അവരിൽപ്പെട്ട ജൂതന്മാർക്ക് വരാം, അവരിൽപ്പെട്ട ക്രൈസ്തവർക്ക് വരാം. ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ വർണ്ണവെറിയുടെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ്. ഈ പ്രസ്താവന വംശവിദ്വേഷത്തിന്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണ്. ഈ തീരുമാനം മതവിദ്വേഷത്തിന്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന തീരുമാനമാണ്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണാധികാരിയെ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം നിർണയാവകാശത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എല്ലാ മൂല്യങ്ങളിൽ നിന്നും, നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നും ലോകം തന്നെ ഫാസിസത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും ശരിയായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും മോഡിയും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അവരുടെ ഭരണം നിലനിർത്തുവാനും അതിനെ പുഷ്ടിപ്പെടുത്തുവാനും അതിനെ സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുവാനും അവർ പുറത്തിറക്കുന്ന ചീട്ട് ഒരേ ചീട്ട് തന്നെയാണ്, അവർ കളിക്കുന്ന കാർഡ് ഒരേ കാർഡ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ലോകത്ത് അഭയാർത്ഥികൾ ഉണ്ടായിത്തീരുന്നത്? രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്ത് അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാരണം വിശപ്പാണ്. വിശപ്പ് മാറ്റാനാണ് അവനവൻ പിറന്ന മണ്ണിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റു പോകുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക്. രണ്ടാമത്തെ കാരണം ഭയമാണ്. അൽ ഖൗഫ് വൽ ജൂ, ഭയവും വിശപ്പും. ഈ രണ്ട് കാരണങ്ങളാണ് ജനങ്ങൾ പലായനം ചെയ്യുന്നതിന്, അഭയാർത്ഥികളായി ലോകത്തേക്ക് സഞ്ചരിക്കുന്നതിന് കാരണമായി തീരുന്നത്. സിറിയയിൽ നിന്നും, യമനിൽ നിന്നും, ബർമയിൽ നിന്നും കൂട്ടം കൂട്ടമായി ആളുകൾ പലായനം ചെയ്യുകയാണ്. കഷ്ടിച്ച് 1000-ഓളം പേർക്ക് കയറാൻ കഴിയുന്ന വാഹനങ്ങളിൽ, കപ്പലുകളിൽ 3000-4000 ആളുകൾ കുത്തിനിറച്ച് കയറി തിരമാലകളിലൂടെ വിശപ്പ് സഹിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കര കാണുമ്പോഴും പ്രതീക്ഷയോടുകൂടി അവർ കൈനീട്ടുന്നു, നാക്കുനീട്ടുന്നു. പക്ഷേ സ്വീകരിക്കാൻ ആളുകളില്ല. കരകളിൽ നിന്ന് കരകളിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഞ്ചാരത്തിനിടക്ക് കപ്പൽ മുങ്ങിപ്പോവുകയും 1000 മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ഒരിക്കലും സന്തോഷകരമായ അവസ്ഥയല്ല. ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂഉം ഖൗഫും കാരണമായിട്ടാണ്, വിശപ്പും ഭയവും കാരണമായിട്ട്. എന്താണ് വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും കാരണമെന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. വിശപ്പിൻ്റെ കാരണം ലോകത്ത് വിഭവങ്ങളില്ലാത്തതല്ല. ഇപ്പോൾ ജീവിക്കുന്നതിൻ്റെ 6 ഇരട്ടി മനുഷ്യർ ഇപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നുണ്ട്. ശുദ്ധജലമുണ്ട്, ഭക്ഷണമുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ആ സംവിധാനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ കോർപ്പറേറ്റ് മുതലാളിമാരും സാമ്രാജ്യത്വ ശക്തികളുമാണ്. മുതലാളിത്തം എന്ന് പറയുന്ന ഒരു തത്വസിദ്ധ, ഒരു സിദ്ധാന്തമാണ് ലോകത്തെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത്. വിഭവങ്ങളെല്ലാം ഏതാനും ആളുകൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. വീണ്ടും വിഭവങ്ങൾ അവരിലേക്ക് കുന്നുകൂടുന്നതിനുള്ള സമ്പ്രദായമല്ലാതെ ആ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു സംവിധാനവും ഇന്ന് നിലനിൽക്കുന്നില്ല. മൊത്തം ലോകത്തും നിലനിൽക്കുന്നില്ല, നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നില്ല. നമ്മൾ GDP എന്ന് പറയും. രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള വരുമാനമല്ല. ഈ രാജ്യത്തിലെ 100 കോടി ജനങ്ങളുടെ കയ്യിലുള്ള വരുമാനമല്ല. ഈ വരുമാനമുണ്ടാകുന്നത് അംബാനിക്കും അദാനിക്കും ഇവിടത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും അതുപോലെയുള്ള മുതലാളിമാർക്കുമാണ്. അവരുടെ വരുമാനം കൂട്ടിക്കൊണ്ടാണ് GDP കണക്കാക്കുന്നത്.
വരുമാനമില്ലാത്തവൻ ഒരു വരുമാനവുമില്ല. അതുപോലെ തന്നെ ഒരു തമാശയുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു തമാശ. പ്രതിശീർഷ വരുമാനം എന്ന് പറയും. ആകെ രാജ്യത്തിനുണ്ടാകുന്ന വരുമാനം, ആ വരുമാനത്തെ ആകെയുള്ള ജനസംഖ്യ കൊണ്ട് ഹരിക്കും. അങ്ങനെ കിട്ടുന്ന തുകയെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഹരിക്കുമ്പോൾ 130 കോടി ജനങ്ങളും ഉണ്ടാകും. പക്ഷേ ജനങ്ങളുടെ കയ്യിൽ, ഈ 130 ജനങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഉണ്ടാവുകയില്ല. പൈസ ഉണ്ടാകുന്നത് മുഴുവൻ അംബാനിയുടെയും അദാനിയുടെയും ടാറ്റയുടെയും ബിർളയുടെയും കയ്യിലാണ്. പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കാൻ ഹരിക്കുമ്പോൾ 130 കോടിയെയും കൂട്ടും എന്നർത്ഥം. പൈസ നമ്മുടെ കയ്യിലല്ല. ഈ അന്തംകെട്ട കണക്കുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ധനം മുഴുവൻ കൈവശം വെക്കുന്ന മുതലാളിമാരും ആ മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാമ്രാജ്യത്വവും അതിന് അസ്ഥിവാര നിൽപ്പായി നിൽക്കുന്ന മുതലാളിത്തവുമാണ് യഥാർത്ഥത്തിൽ വിശപ്പ് ലോകത്തുണ്ടാക്കുന്നത്. വിശപ്പിന് കാരണം അവർ തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തേത് ഭയമാണ്. ഭയം എങ്ങനെ ഉണ്ടാകുന്നതാണ്? ഭയം ഉണ്ടാകുന്നത് യുദ്ധങ്ങൾ കൊണ്ടാണ്. എങ്ങനെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ലോകത്തെ ആയുധ കമ്പനികളാണ്. ആയുധ കമ്പനികളുടെ ഷെയറുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. അവരോട് ചേർന്നുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആയുധ കമ്പനികളുടെ മേലാളന്മാരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റും ആ ഡീപ് സ്റ്റേറ്റിന്റെ നിർദ്ദേശമനുസരിച്ച് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന CIA, മൊസാദ് പോലെയുള്ള ചാരസംഘടനകളുമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ദേശങ്ങളും ദേശങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, വംശങ്ങളും വംശങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, ദേശങ്ങൾക്കിടക്ക് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, ഈ മുഴുവൻ കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാരസംഘടനകൾ തന്നെയാണ്. അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ടതില്ല എന്ന് വെക്കുന്നതിന് മുമ്പ് അവർ തീരുമാനിക്കേണ്ട കാര്യം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശീലനം കൊടുത്തുകൊണ്ട് ഏർപ്പാടാക്കിയിട്ടുള്ള ചാരസംഘടനകളെ, ചാരക്കണ്ണുകളെയും ചാരക്കൈകളെയും അവർ പിൻവലിക്കുക എന്നുള്ളതാണ്. അവിടെ രാജ്യങ്ങളിലും കോളനി രാജ്യങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയുധ കച്ചവടങ്ങൾ പൂട്ടുക, ആയുധ കമ്പനികൾക്ക് താഴുക എന്നതാണ് അവർ ചെയ്യേണ്ടുന്ന കാര്യം. മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന അവരുടെ സൈനിക അടിസ്ഥാനങ്ങളുണ്ടല്ലോ, നേവൽ ബേസുകളും മറ്റും, ആ അടിസ്ഥാനങ്ങളെ, ആ ഭൂമികകളെ അടച്ചുപൂട്ടിക്കൊണ്ട് അമേരിക്ക സ്വന്തം രാജ്യത്തിലേക്ക് ഒതുങ്ങുവാൻ, അവർ അവരുടെ മാത്രം കാര്യം നോക്കുവാൻ ശ്രമിച്ചാൽ ലോകത്ത് വിശപ്പുണ്ടാവില്ല, ലോകത്ത് ഭയമുണ്ടാവില്ല, അപ്പോൾ ലോകത്ത് അഭയാർത്ഥികളും ഉണ്ടാകില്ല. അവർക്കവരുടെ സുഖമായി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു വലിയ ആശയമാണ്. ഈ ആശയത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വംശീയതയുടേതായ, വർഗവിദ്വേഷത്തിൻ്റെതായ ഇതേ കാർഡ് തന്നെയാണ് അവിടെയും ഇവിടെയും കളിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ജുഡീഷ്യറിയോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിക്ക് ഒരു സ്ഥാനം നൽകുന്നുണ്ട്. ആ സ്ഥാനമനുസരിച്ച് ജുഡീഷ്യറി സ്വതന്ത്രമാണ്. നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് വിധി കൽപ്പിക്കുകയും നിയമനിർമ്മാണ സഭകൾ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ ആ നിയമനിർമ്മാണത്തെക്കുറിച്ച് നിയമനിർമ്മാണ സഭകളെയും പ്രസിഡന്റിനെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ സ്വതന്ത്ര സ്വഭാവം എന്ന് പറയുന്നത്. അതിൻ്റെ സ്വഭാവം എന്നും കാത്തു സൂക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ കോടതി സംവിധാനത്തെ ലെജിസ്ലേച്ചർ അതിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. ഫാസിസ്റ്റ് അജണ്ടയെ
നടപ്പാക്കുന്നതിനുള്ള മാർഗമാക്കി തീർക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ജഡ്ജിമാരെ നിശ്ചയിക്കുവാനുള്ള കൊളീജിയത്തിൽ പേരുകൾ വന്നപ്പോൾ മലയാളിയായ ഒരു ജഡ്ജിന്റെ പേര് നിഷ്കരുണം വെട്ടി. എന്താണ് വെട്ടിയത്? കാരണം ഇയാൾ സുപ്രീം കോടതി ജഡ്ജാകാൻ യോഗ്യനല്ല, മുൻഗണനയിലേക്ക് വരാൻ യോഗ്യനല്ല. കാരണം അയാൾ ഒരു നിർണായക ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൊളീജിയം പ്രവർത്തിച്ചത് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഇത് പുറം ലോകം അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജഡ്ജ് തന്റെ വിയോജനക്കുറിപ്പ് എഴുതാൻ മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. കോടതിയെ പരിഹസിക്കാനും കോടതിയെ ചെൽപ്പടിക്ക് നിർത്താനും കോടതിയുടെ പ്രാധാന്യം കുറച്ചു കാണിക്കാനും ഇന്ത്യയിലെ ഗവൺമെന്റ് കാണിക്കുന്ന അതേ രീതി തന്നെയാണ് അമേരിക്കയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട്, റെഫ്യൂജീസുകളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള നിയമം, ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിധി വന്നു. ആ വിധി വന്ന ഉടനെ തന്നെ ആ ജഡ്ജിനെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. മാത്രമല്ല, ഈ വിധിയെ ഞങ്ങൾ മറികടക്കാൻ ശ്രമിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഫാസിസം അതിന്റെ വർണ്ണം അവിടെയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് തങ്ങളുടെ മുഴുവൻ അവകാശങ്ങളും പിടിച്ചു പറിക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാം വളരെ ഗൗരവതരത്തിൽ ആലോചിക്കുകയും വളരെ ശക്തമായ ഫാഷിസ്റ്റ് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരമൊരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ആ കാര്യങ്ങൾ എന്താണ് എന്ന് ഇസ്ലാമിക സമൂഹം ശരിയായി നോട്ട് ചെയ്യണം. ഇസ്ലാമിക സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ള സഹോദരന്മാരും സന്നദ്ധരാകണം. ഒന്നാമതായി ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുസ്ലിങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ കേവലമായ നാമധാരികളായ മുസ്ലിങ്ങളാണെങ്കിലും, പൂർണ്ണമായി ആദർശത്തെ പുൽകുന്ന മുസ്ലിങ്ങളാണെങ്കിലും, നിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അസ്തിത്വത്തിന് വേണ്ടി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നിന്ദ്യതയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അവലംബിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉയരത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ്. എന്താണ് ഉയരത്തിലെത്തുവാനുള്ള മാർഗം? അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസം സ്വീകരിക്കുക എന്നതാണ് ഉയരത്തിലേക്ക് എത്തുവാനുള്ള മാർഗം. വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമ്പോഴാണ് നിന്ദ്യത നിങ്ങളെ തേടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായി, ഇസ്ലാമിനെ നിങ്ങൾ പൂർണ്ണമായി കയ്യേൽക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾക്ക് നിന്ദ്യത വരുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്ന് അല്പം സ്വീകരിക്കുകയും അല്പം നിരാകരിക്കുകയും ചെയ്യുമ്പോഴാണ്. അഫതുഅ്മിനൂന ബിബഅ്ദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്ന് അല്പം വിശ്വസിക്കുകയും ഗ്രന്ഥത്തിൽ നിന്ന് അല്പം നിരാകരിക്കുകയുമാണോ ചെയ്യുന്നത്? അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ദ്യതയാണ് പേറേണ്ടി വരിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് തന്റെ വിശ്വാസത്തെയും കർമ്മത്തെയും അല്ലാഹുവിനെ വിധേയമാക്കി
ആദർശധീരനായ ഒരു മുസ്ലിമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമതായി നാം സ്വീകരിക്കേണ്ട അജണ്ട. രണ്ടാമതായി നമ്മുടെ അജണ്ട നമ്മുടെ കുടുംബങ്ങളിൽ ഇസ്ലാമിനെ സമ്പൂർണമായി നിലനിർത്തുക എന്നുള്ളതാണ്. കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്ന ഓരോ കുഞ്ഞും ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിത്തറയിൽ വളർന്നു വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും മാതൃകയിൽ വളർന്നു വരണം. ഇസ്ലാമിനോട് സ്നേഹമുള്ളവരായി വളർന്നു വരണം. നല്ല മനുഷ്യരായി വളർന്നു വരണം. നല്ല പെരുമാറ്റ രീതികളുള്ളവരായി വളർന്നു വരണം. ഇസ്ലാമിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ഷിർക്കിയൻ ആശയങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൂടി കടത്തിക്കൊണ്ട് തൗഹീദിന്റെ വേരറുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്, അമ്മമാരുടെയും ഉമ്മമാരുടെയും മടിത്തട്ടിൽ നിന്ന് അവർ അടിവേരറുത്തുകൊണ്ട് പിഴുതെറിയണം. ഇതാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ അജണ്ട. ഓരോ കുടുംബവും ഇസ്ലാമിക കുടുംബമായിരിക്കുമെന്നും കുടുംബത്തിൽ വളരുന്ന ഓരോരുത്തരും ശരിയായ മുസ്ലിമായിരിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കാവുന്ന തരത്തിൽ നമ്മുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി ഇസ്ലാമിക സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, വ്യത്യസ്തങ്ങളായ സംഘടനകൾ നമുക്കിടയിലുണ്ട്. സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, ജമാഅത്തുകാരുണ്ട്, തബ്ലീഗ് ജമാഅത്തുകാരുണ്ട്, വേറെയും സംഘടനകളുണ്ട്. സലഫികളുണ്ട്, ഹനഫികളുണ്ട്, അംബലികളുണ്ട്, മാലിക്കുകളുണ്ട്, ഷാഫികളുണ്ട്. വ്യത്യസ്തങ്ങളായ മസ്ലക്കുകളുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ദൈവബന്ധികളുണ്ട്, ബറേൽവികളുണ്ട്, നദിവികളുണ്ട്. സ്ഥാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആളുകളുണ്ട്. ഇവക്ക് ഇടയിലൊക്കെ ഗ്രൂപ്പുകളുമുണ്ട്. എല്ലാം ഒന്നാകാൻ സാധ്യമായില്ലെങ്കിലും പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചു നിൽക്കുവാൻ, പരസ്പരമുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിന്റെ ശത്രുത തിരിച്ചറിയുവാനുള്ള ഒരു വിശാലത മുസ്ലിം സമൂഹം കാണിക്കണമെന്നുള്ളതാണ് മൂന്നാമത്തെ അജണ്ട. ഈ ഐക്യം ഏതെങ്കിലും സമുദായത്തിനെതിരെയുള്ള ഐക്യമല്ല. ഈ ഐക്യം ദേശവിരുദ്ധമായ ഐക്യമല്ല. ഈ ഐക്യം സാമുദായികമോ വർഗീയതയോ ഉദ്ദീപിപ്പിക്കുന്ന ഐക്യമല്ല. മറിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് പുരോഗമനാത്മകമായി പ്രവർത്തിക്കുവാൻ, രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുവാൻ, ഇസ്ലാമിന്റെ യശസ് ഉയർത്തുവാനുള്ള ഐക്യമാണ് ഞാൻ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന് നൽകുന്ന നാലാമത്തെ അജണ്ട ഈ രാജ്യത്തിലെ ജനങ്ങളുമായുള്ള നമ്മുടെ സൗഹാർദ്ദവും ബന്ധവും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നവർ ഏതെങ്കിലും സമുദായത്തിനകത്ത് മാത്രമല്ല ഉള്ളത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. ഇവിടുത്തെ കോൺഗ്രസുകാർ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. ഇവിടുത്തെ എഴുത്തുകാർ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ജഡ്ജിമാരും വക്കീലുമാരും അവർ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. അവരുമായെല്ലാം ചേർന്നുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ കൂടി അജണ്ടയാണ്. അതുകൊണ്ട് തുറന്ന ബന്ധങ്ങൾ, ഹൃദയം തുറന്ന സൗഹൃദങ്ങൾ ഈ രാജ്യനിവാസികളുമായി നിങ്ങൾ വെച്ച് പുലർത്തണം. നിങ്ങളുടെ അയൽവാസികളുമായി, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കടുത്ത് താമസിക്കുന്നവരുമായി, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായി, നിങ്ങളുടെ ഗ്രാമവാസികളുമായി, നിങ്ങളുടെ പട്ടണവാസികളുമായി, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതുമായി വിശാലമായ ബന്ധങ്ങൾ ഉണ്ടാക്കി വർഗീയ ചേരിതിരിവിന്റെയും ഫാസിസത്തിന്റെയും എല്ലാ കൊടിയടയാളങ്ങളെയും മതിൽക്കെട്ടുകളെയും തകർത്തുകളയുവാൻ, സ്നേഹത്തിന്റെ മഹാപ്രളയം സൃഷ്ടിക്കുവാൻ ശ്രമിക്കണമെന്നതാണ് മുസ്ലിം സമൂഹത്തിന് അഞ്ചാമതായി നൽകുവാൻ ഉദ്ദേശിക്കുന്ന അജണ്ട. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സന്തുലിതമായ ഇസ്ലാമിന്റെ സന്തുലിതത്വത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിലെ ബഹുജനങ്ങളെയും യുവജനങ്ങളെയും തെറ്റിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തുലിതത്തിൽ നിന്ന് തെറ്റുന്ന സന്ദർഭത്തിൽ അവരെ ഒറ്റപ്പെടുത്താനും അവരെ തിന്മയിലേക്ക് നയിക്കാനും
അമിത ആത്മീയതയിലേക്കും അമിത ജിഹാദി ബോധത്തിലേക്കും ഒക്കെ നയിച്ചുകൊണ്ട് വഴിതെറ്റിച്ച് പിന്നീട് പിടികൂടാനും ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലെ യുവജനങ്ങൾ സാക്ഷികളാണ് അതിന്. അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും കുറെ കാലം 10, 20, 25 കൊല്ലം ജയിലിൽ അടക്കുകയും ചെയ്യപ്പെട്ടതിന് ശേഷം പുറത്തു വിട്ടുകൊണ്ട് പറയുന്നു ഇവർ യഥാർത്ഥത്തിൽ പോലീസിന്റെ ഇൻഫോർമർമാരായിരുന്നു എന്ന്. ഇൻഫോർമർമാരായി പോലീസിനടുത്ത് സൂക്ഷിക്കുകയും എല്ലാ വിവരങ്ങളും നേരിട്ടോ അല്ലാതെയോ പോലീസുകാർക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നീട് ഫേക്ക് എൻകൗണ്ടറുകൾ ഉണ്ടാക്കി നശിപ്പിക്കപ്പെടുകയോ ജയിലിലടക്കപ്പെടുകയോ ചെയ്യുന്ന ഇന്റലിജൻസ് തന്ത്രത്തെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ആ തന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഏറ്റവും ഉചിതമായ, ഏറ്റവും മാന്യമായ, ഏറ്റവും യുക്തിപൂർണമായി ഇസ്ലാമിക സമൂഹത്തെ നയിക്കുന്ന സംഘങ്ങളോടൊപ്പം നിൽക്കുവാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിന് നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. രോഗികളായ ആളുകൾ, ഹാറൂൺ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. തലശ്ശേരിയിലെ നജീബ് സാഹിബുണ്ട്, നസീർ സാഹിബുണ്ട്. ആവേശത്തിമർപ്പിലാണ് ഈ സമ്മേളനത്തിൽ അവർ ഹാജരായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികരായ ധാരാളക്കണക്കിന് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെയെല്ലാം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രൗഢമായ ഹൃദയസ്പൃക്കായ വാക്കുകൾക്ക് നന്ദി.